Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. അങ്കമാലി നഗരസഭാ പരിധിയിൽ പീച്ചാനിക്കാട് നിർമ്മിച്ച പട്ടികജാതി പാർപ്പിട സമുച്ചയത്തിന്റെ രണ്ടാം ഘട്ടം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതിയിൽപ്പെട്ട നിർധനരായ ഭവനരഹിതർക്ക് സുരക്ഷിതമായി താമസിക്കുന്നതിനുള്ള പാർപ്പിടം എന്ന ലക്ഷ്യവുമായി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പിലാക്കിയത്. നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകണം, നിങ്ങൾക്ക് ഇനിയും കൂടുതൽ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകണം. അതാണ് ഇത് തരുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള പ്രാർത്ഥന. അത് നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. 2025 നമ്മൾ കടക്കുകയാണ്. 2025 സമ്മാനമാണ്, പുതുവർഷ സമ്മാനമായിട്ടാണ് മുനിസിപ്പാലിറ്റി നിങ്ങൾക്ക് തരുന്നത്. എല്ലാ പുതുവർഷത്തിലും നമുക്ക് പ്രത്യാശയുടെ ഒരു തിളക്കമുണ്ട്, നന്മയുടെ ഒരു സുഗന്ധം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, വിജയത്തിന്റെ ഒരു വെട്ടം നമുക്ക് ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു തിളക്കത്തിന്റെ, സുഗന്ധത്തിന്റെ, വെട്ടത്തിന്റെ ഒക്കെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ 2025 പ്രവേശിക്കുന്നത്. ആ 2025 നമുക്ക് എല്ലാവർക്കും സന്തോഷകരമായി മാറട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു. നേതൃത്വം കൊടുത്ത മുനിസിപ്പൽ ചെയർമാനെ, കൗൺസിൽ അംഗങ്ങളെ, പ്രത്യേകിച്ച് ഇതിന്റെ പണി ഏറ്റെടുത്ത് പണിക്ക് മേൽനോട്ടം നൽകിയ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ, ബേബിയാണ് ഇതിന്റെ കോൺട്രാക്ട് എന്ന് പറഞ്ഞു, കൃത്യസമയത്ത് ചെയ്തു കൊടുക്കാൻ കോൺട്രാക്ട് അടക്കമുള്ള ആളുകളെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ താമസിക്കാൻ പോകുന്ന 6 കുടുംബാംഗങ്ങൾക്കും നല്ലത് വരട്ടെ, അവരുടെ നല്ല ജീവിതം ഉണ്ടാകട്ടെ, ആരോഗ്യം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു. 4520 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് 6 വീടുകൾ 1 കോടി രൂപ ചെലവഴിച്ചപ്പോൾ വാസയോഗ്യമാക്കിയിട്ടുള്ളത്. ഒന്നാം ഘട്ടത്തിലും 6 ഭവനങ്ങൾ പൂർത്തിയാക്കി നൽകിയിട്ടുണ്ട്. നഗരസഭാ പരിധിയിലെ ഭവനരഹിതരായ മുഴുവൻ പട്ടികജാതിക്കാർക്കും മുൻഗണനാക്രമത്തിൽ ഭവനങ്ങൾ നൽകുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അറിയിച്ചു. തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഫ്ളാറ്റ് SC ഫ്ളാറ്റായി ഇവിടെ നിലവിലുണ്ട്. അതിലും 6 കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. നഗരസഭാ പ്രദേശത്ത് ആകെ 120ഓളം പട്ടികജാതി കുടുംബങ്ങളാണുള്ളത്. അപ്പൊ അതിൽ നിന്ന് ഭവനമില്ലാത്തവരെ കണ്ടെത്തി ഭവനം കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് അത്യാവശ്യക്കാരില്ലെങ്കിലും ഭവനമില്ലാത്ത ഒരാൾ പോലും ഈ നഗരസഭാ പ്രദേശത്ത് പട്ടികജാതി വിഭാഗത്തിൽ ശേഷിക്കരുത് എന്നുള്ള നഗരസഭയുടെ നിശ്ചയദാർഢ്യമാണ് ഇങ്ങനൊരു പദ്ധതിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ വഴിയൊരുക്കിയത്. അതിന് ബഹുമാനായ ഇതിന് തുടക്കം കുറിച്ച കഴിഞ്ഞ കൌൺസിലിൽ ഈ പദ്ധതി ആലോചിച്ച് അതിന്റെ പൈലിംഗ് നടത്തി. നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ജാൻസി അരീക്കൽ, പോൾ ജോവർ, ജസ്മി ജിജോ, ജിത ഷിജോയ്, മുൻ ചെയർമാൻമാരായ റജി മാത്യു, അഡ്വക്കേറ്റ് ഷിയോപോൾ, LDF പാർലമെന്ററി പാർട്ടി ലീഡർ TY ഏലിയാസ്, കൌൺസിലർമാരായ മനു നാരായണൻ, റീത്ത പോൾ, സാജു നെടുങ്ങാടൻ, ബാസ്റ്റൻ ഡി പറക്കൽ, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ, കില റിസോഴ്സ് പേഴ്സൺ P ശശി തുടങ്ങിയവർ സംസാരിച്ചു. ആധികാരികമായിട്ട് ശബ്ദമുയർത്തുന്ന MPയുടെ ഫണ്ട് ഉപയോഗിച്ച് 2 പേർക്ക് വിദ്യുശേഷിയും 3 ചക്ര വാഹനം നമുക്ക് ലഭിക്കുകയുണ്ടായി. നമ്മുടെ വാർഡ് 19 ഉൾപ്പെട്ടതായിരുന്നു. പക്ഷെ അതിനകത്ത് യാതൊരു പബ്ലിസിറ്റി. ഞാനപ്പോ പിയോടൊക്കെ ചോദിച്ചു, ഒരു ഫ്ലെക്സ് വെക്കട്ടെ, വെച്ചോ. പക്ഷെ അതിനു പോലും നിൽക്കാതെ മറ്റുള്ളവർക്ക് സഹായം വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്നുള്ള മനോഭാവത്തോടും സന്തോഷമുണ്ട് ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം ഏവരുടെയും ഒരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായ ഒരു ഭവനം. നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട വലിയൊരു സമൂഹം. ആ സമൂഹത്തിൽ മറ്റ് പലയിടത്തുനിന്നും പരിഗണന കിട്ടാതെ വരുമ്പോൾ നഗരസഭയ്ക്ക് അതിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഭവന പദ്ധതിക്ക് രൂപം നൽകിയത്, ആരംഭിച്ചത്. ചെയ്യുമ്പോൾ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും അർഹതപ്പെട്ട ആളിലേക്ക് എത്തിക്കുവാനും നാം ശ്രദ്ധിക്കണം. ഇവിടെ പദ്ധതി വിഭാവനം ചെയ്ത് ഉദ്ഘാടനം കഴിഞ്ഞ പല പദ്ധതികളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ഇതൊരു സത്കർമ്മം നടക്കുന്ന വേദിയാണ്.
ഇവിടെ വിവാദം ഉയർത്തി ഈ ചടങ്ങ് അലങ്കോലമാക്കാൻ ഒട്ടും. നഗരസഭ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TV ശോഭിനി പദ്ധതി വിശദീകരിച്ചു. ഇത് നമ്മൾ വിഭാവന ചെയ്തിരുന്നത് ഒരു 4 നില കെട്ടിടമായിട്ടാണ്. അപ്പോൾ അതിന്റെ പൈലിംഗ് ജോലികൾ കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 21-22 ഇതിന്റെ ഈ കെട്ടിടത്തിന്റെ 20-21 ഈ കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള പ്രോജക്ട് തയ്യാറാക്കി ബഹുവർഷ പദ്ധതിയായിട്ട് 1,10,00,000 രൂപയാണ് നമ്മൾ വകയിരുത്തിയിട്ടുണ്ടായിരുന്നത്.